പറഞ്ഞല്ലോ, ചർച്ചയില്ലാതെ തീരുമാനിക്കേണ്ട കാര്യമാണ്, അത്രയ്ക്ക് സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ അങ്ങോട്ട് തൊടാൻ പേടി. അപ്പൊ മുഖ്യമന്ത്രി ഒരു സജഷൻ അങ്ങ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫയലിലെ വിഷയം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. UDF കക്ഷികൾ, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ്, ഇനി BJP ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ CPM എടുക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഈ ഇത്തരം കാര്യങ്ങളിൽ. നിയമസഭയിലെ പ്രാതിനിധ്യമുള്ള പാർട്ടികളുമായിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യത്തുള്ളൂ. BJP ഒഴിവാക്കാൻ വേണ്ടി പണ്ടെടുത്തിരുന്നൊരടവാ. ഈ വിഷയത്തിൽ അത് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്കറിയത്തില്ല. ഈ BJP കൂടെ ചിലപ്പോൾ വിശ്വാസത്തിലെടുത്തേക്കും. 10-15% വോട്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കിട്ടുന്നൊരു പാർട്ടിയാണല്ലോ. അടുത്തവണയാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കുമെന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു പാർട്ടിയെ വിട്ടൊരു കളിക്ക് CPM നിൽക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഇപ്പം ഇവിടുത്തെ CPM കേന്ദ്രത്തിൽ BJP ഒക്കെ തമ്മിൽ എന്തൊക്കെയോ ചില അന്തർധാരകളുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതവിടെ കിടക്കട്ടെ, നമ്മുടെ വിഷയമേ അല്ല. അപ്പോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കാവുന്നു. ശരിയാ, നമ്മുടെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, മന്ത്രിസഭാ യോഗത്തിന്റെ മുമ്പിൽ വരുന്ന ഒരു വിഷയം അത് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞൊരു ചരിത്രം കേട്ടിട്ടുണ്ടോ? പിന്നെന്തിനാ ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്ത് ഇവരെ മന്ത്രിസഭയെ കൊണ്ടാക്കി ഇവരെ ഭരിക്കാൻ അനുവദിച്ചിരിക്കുന്നത്?